പൊതിഞ്ഞു കൊടുക്കണം. പെണ്ണ് പ്രായമായിട്ട് വരിക കേട്ടോ, വല്ലതും കരുതിയിട്ടുണ്ടോ? ഇങ്ങനെ പുറകിൽ നിന്ന് പൊതിയണം ഭാര്യ. അതാണ് അവൾ മാംസമാണ്. ഇവൾ ഒറ്റയ്ക്ക് ബലമില്ലാത്ത പാവാ. അപ്പം അവളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവൻ അസ്ഥി പോലെ കൂടെ എന്ന് പറഞ്ഞു, എടി പൊട്ടി ധൈര്യമായിട്ടിരിക്കുക, നിനക്ക് ഞാനല്ലേ ഉള്ളത്, നിന്നെ കിട്ടുന്നത് വേറെ ആരുമല്ലോ, ഞാനല്ലേ. ഇങ്ങനെ കൂടെ നിന്ന് ബലം കൊടുക്കുന്ന ഭർത്താവ്, അവനെ പൊതിയുന്ന ഭാര്യ, അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം. ഇതാണ് ദാമ്പത്യം. ഇതിന് ക്രൈസ്തവ വിവാഹ വിജ്ഞാനീയത്തിൽ 7 അർത്ഥങ്ങളാണ് പഠിപ്പിക്കുക. അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്. നമുക്കറിയാം, ഇപ്പം കുടുംബ ഭദ്രതാ വർഷമായിട്ട് ആഘോഷിക്കുന്ന അവസരത്തിൽ ക്രൈസ്തവ വിവാഹ വിജ്ഞാനീയത്തിൽ ഈ ഒറ്റ വാക്യത്തിന് 7 അർത്ഥങ്ങളാണ് പഠിപ്പിക്കുക. അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം. 1, ദമ്പതികൾ പരസ്പരം ആപത്തിൽ ആലംബമായിരിക്കണം എന്നാണ് പറയുക. ദമ്പതികൾ പരസ്പരം ആപത്തിൽ ആലംബമായിരിക്കണം. എന്താണ് ആപത്തിൽ ആലംബം? ഭാര്യയ്ക്ക് ഛർദി, തണ്ടല് വേദന, മനം പുരട്ടൽ, ക്ഷീണം. ഇങ്ങനെ കട്ടിലേക്ക് എടുക്കുമ്പം ഭർത്താവ് അവളുടെ അടുക്കലുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട്, മോളെ ധൈര്യമായിട്ട് പനിച്ചാട്ടെ, നിന്റെ ആപത്തിൽ ആലംബം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? അല്ലെ ഭർത്താവിന് ക്ഷീണം വരുമ്പോൾ, രോഗം വരുമ്പോൾ ഭാര്യ അടുത്തിരുന്ന്, ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് തലവേദന വന്നോട്ട്, ചേട്ടന്റെ ആപത്തിൽ ആലംബം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇത് വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് കാണിക്കുന്നതാണ് ആപത്തിൽ ആലംബം. ഉദാഹരണത്തിന്, ഭർത്താവിന് തലവേദനയും പനിയും വന്നാൽ ഭാര്യ അടുത്ത് ചെന്നിരുന്ന് മരുന്ന് എന്താണോ അത് നെറ്റിയിൽ പുരട്ടി കൊടുത്ത്, ഗുളിക വായിൽ ഇട്ട് കൊടുത്ത്, ഗുളിക തൊണ്ടയിൽ വിലങ്ങാതിരിക്കാൻ വെള്ളം വായിൽ ഒഴിച്ചു കൊടുത്ത്, അവന് തല പൊക്കാവുന്ന കനവേ ഉള്ളെങ്കിൽ 2 കൈ കൊണ്ടും പൊക്കിയെടുത്ത് സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ച് മെലിഞ്ഞ വിരല് മുടിക്കിടയിൽ കൂടെ അമത്തി തിരുമ്മി ഓടിച്ചിട്ട് ചോദിക്കണം, ഇനി വല്ലതും ചെയ്യണോ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അവൾ അവന് കൊടുക്കുന്നത് ആപത്തിൽ ആലംബം. അതുപോലെ ഭാര്യയ്ക്കൊരു ക്ഷീണം വന്ന് കിടക്കുമ്പം കുടിക്കാൻ ചൂടുവെള്ളമുണ്ടോ, പതയ്ക്കാൻ സോപ്പുണ്ടോ, തുടയ്ക്കാൻ തുണിയുണ്ടോ, അങ്ങനെ അന്വേഷിക്കാതെ രോഗം മാറുന്നത് വരെ നെടലുപോലെ കൂടെ നിൽക്കുന്ന ഭർത്താവ്. അപ്പം ശാരീരിക രോഗത്തിൽ പരസ്പരം കൊടുക്കേണ്ട കരുതൽ. 2, ഭർത്താവിന് മനപ്രയാസം വരുമ്പോൾ ഭാര്യ കൂടെ നിന്ന് ഭർത്താവിനെ ധൈര്യപ്പെടുത്തണം. ഭാര്യയ്ക്ക് മനപ്രയാസം വരുമ്പോൾ ഭർത്താവ് കൂടെ നിന്ന് ഭാര്യയെ ബലപ്പെടുത്തണം. മാനസിക തകർച്ചയിൽ ഒപ്പം നിൽക്കുക. 3, ഭർത്താവിൻ്റെ ഞായറാഴ്ച കുർബാന, വേദപുസ്തക വായന, സന്ധ്യാപ്രാർത്ഥന, ഇടയ്ക്കുള്ള കുമ്പസാരം, ഈ കാര്യങ്ങളിൽ ഭാര്യ ശ്രദ്ധയോടെ ഭർത്താവിനെ പറഞ്ഞു തിരുത്തി കൊടുക്കുമ്പോൾ, അതുപോലെ ഭാര്യയുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഭർത്താവ് കരുതൽ കൊടുക്കുമ്പോൾ, ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളിൽ ഈ കരുതൽ കൊടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന വാക്ക് ആപത്തിൽ ആലംബം. അങ്ങനെ കുറേ നാൾ ജീവിക്കുമ്പം ദമ്പതിമാരുടെ ദേഹത്തു നിന്നും ഒരു തരംഗം പുറപ്പെടുമെന്ന ഇന്ന് മനഃശാസ്ത്രം പഠിപ്പിക്കുക. റഷ്യയിൽ ഒരു ക്യാമറ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തിടെ സയൻസ് മാസികയിൽ അതിനെക്കുറിച്ച് ലേഖനങ്ങൾ വരുന്നുണ്ട്. ആ ക്യാമറ സിസ്റ്റത്തിന്റെ പേര് കിർലിയൻ ഫോട്ടോഗ്രഫി എന്നാണ്. കിർലിയൻ എന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ക്യാമറ കിർലിയൻ ഫോട്ടോഗ്രഫി. അതിൽ പറയുക, മനപ്രയാസമുള്ള സമയത്ത് ഒരു ഫോട്ടോ എടുത്താൽ അതിൻ്റെ രശ്മികൾ വളരെ ഡിം ആയിട്ടിരിക്കും. മനസ്സിൽ സന്തോഷമുള്ളപ്പം ഫോട്ടോ എടുത്താൽ അത് വളരെ ബ്രൈറ്റ് ആയിട്ടിരിക്കുമെന്നാണ്. അതിന് പ്രകാരം പറഞ്ഞു വെക്കുന്നത് ശരിക്കും തരംഗം പുറപ്പെടുമെന്നാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചാൽ, ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ ഒരു തരംഗം ദേഹത്തുനിന്ന് പുറപ്പെടും. ഞാൻ സെമിനാരി പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു തലവേദനയോ പനിയോ വന്നാൽ 10 ദിവസം കഴിയുമ്പം എൻ്റെ അമ്മയുടെ കത്ത് എനിക്ക് വരുമായിരുന്നു, മോനെ നിനക്ക് വല്ല ക്ഷീണമായിരുന്നോ, അമ്മയ്ക്കൊരു തലവേദനയും പനിയും. 100 മൈൽ ദൂരെ ഇരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും അങ്ങ് അകലെയുള്ള അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന വാക്ക് ടെലപ്പതി എന്നാണ്. പേരറിയത്തില്ലാത്ത വികാരത്തിന് പേരിടാൻ നമ്മൾ മിടുക്കരാ. എന്താണ് ഈ ടെലപ്പതി? സ്നേഹത്തിന്റെ തരംഗം. അതല്ലേ കോട്ടയത്തുള്ള ഭാര്യയ്ക്ക് ഒരു തലവേദന വന്നാൽ കുവൈറ്റിലുള്ള ഭർത്താവിന് ആ സമയത്ത് ഒരു തലവെട്ടല്. ഇവിടെയുള്ള ഭാര്യയ്ക്ക് ഒരു നെഞ്ചുവേദന വന്നാൽ കേരളത്തിലുള്ള ഭർത്താവിന് ആ സമയത്ത് ഒരു നെഞ്ചുവേദന. ഭർത്താവിന്റെ മരണവാർത്ത കേട്ട ഭാര്യ അതേസമയം മരിച്ചു വീഴുന്നു. ഭാര്യയുടെ മരണവാർത്ത കേട്ട ഭർത്താവ് ബോധമറ്റ് താഴെ വീഴുന്നു. സ്നേഹത്തിന്റെ തരംഗം. ഞാൻ വഴിയെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടു. കാലിൽ മുള്ളു കൊള്ളുമ്പം കൈ കെട്ടുന്നുകൊണ്ട് പറയൂ, ഒരുപാടടുത്ത് പോകുന്ന കാലല്ലേ, കൊള്ളട്ടെ, അങ്ങനെ കൊള്ളട്ടെ, മുള്ളു മാത്രമല്ല മുള്ളാണി കുത്തി കയറട്ടെ. പറയാൻ പറ്റിയല്ല. കാലിൽ മുള്ളുകൊണ്ടോ കൈ ഓടിച്ചെല്ലും, മുള്ളു വലിച്ചൂരും, മരുന്ന് വെച്ച് കിട്ടും. ഇതാണ് കൈയും കാലും തമ്മിലുള്ള ബന്ധം. ഭാര്യയ്ക്ക് ഒരു മനപ്രയാസം വരുമ്പം ഭർത്താവ് പറഞ്ഞേക്കരുത്, നീറട്ടെ, അങ്ങനെ നീറട്ടെ, നീറ്റുകക്കാ പോലെ നീറട്ടെ, എന്നെ നാറ്റിയ തന്നെ നീറ്റാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. അങ്ങനെ ഭർത്താവിന് പറയാൻ പറ്റിയല്ല, ഭാര്യയ്ക്ക് പറയാൻ പറ്റിയല്ല. ഭാര്യയുടെ മനസ്സ് നുറുങ്ങിയോ ഭർത്താവിന്റെ മനസ്സ് നുറുങ്ങും, ഭർത്താവിന്റെ മനസ്സ് നുറുങ്ങിയോ നുറുങ്ങും. ഇതാണ് ആപത്തിൽ ആലംബം. അതിന് ഏറ്റവും വലിയ തെളിവാണ് സോണിയാഗാന്ധി. രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ മനുഷ്യ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അതേ സെക്കൻഡിൽ ഡൽഹിയിൽ ജൻപത് റോഡിൽ നിന്ന് സോണിയാഗാന്ധി അന്നത്തെ രാജീവിന്റെ സെക്രട്ടറി ജോർജിനോട് ഒരു ചോദ്യം ചോദിച്ചു. ചരിത്രത്തിൽ കോറിയിട്ടിരിക്കുന്ന ചോദ്യം,
എൻ്റെ രാജീവിന് എന്തു പറ്റി? അരമണിക്കൂർ കഴിഞ്ഞാണ് ലോക വാർത്താ മാധ്യമങ്ങൾ രാജീവിൻ്റെ വധവാർത്ത ടെലികാസ്റ്റ് ചെയ്തത്. പക്ഷെ സോണിയയ്ക്ക് മനസ്സിലായി രാജീവിന് എന്തോ സംഭവിച്ചതുപോലെ. ഇതാണ് സ്നേഹത്തിൻ്റെ തരംഗം എന്ന് പറയുക. ഈ തരംഗത്തിന് വിളിക്കുന്ന വാക്കാണ് ആപത്തിൽ ആലംബമായിരിക്കണം. കുടുംബം ഒരു ദൈവിക പദ്ധതി എന്നുള്ള ധ്യാനചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, ദമ്പതികളായവരെ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഭാര്യയ്ക്കൊരു മനപ്രയാസം വന്നപ്പം, ഭർത്താവിന് നൊമ്പരം വന്നപ്പോൾ പരസ്പരം ആപത്തിൽ ആലംബമായിരുന്നോ അതോ മറ്റൊരു വിധത്തിലായിരുന്നോ പ്രതികരണം എങ്കിൽ തിരുത്തുക. 2, ജീവിതത്തിൻ്റെ ആധാരമായിരിക്കണം. എന്താണ് ആധാരം? ഉറപ്പ്. ഈ ലോകത്തിൽ ഒരു പുരുഷന്റെ ഉറപ്പ് ഭാര്യയായിരിക്കണം. ഏത് ഭാര്യ? സ്വന്തം ഭാര്യ. ചില ആണുങ്ങളെ കണ്ടിട്ടുണ്ട്, പൊട്ടി ഭാര്യ, സ്വന്തം ഭാര്യ, ഉഗ്രം ഭാര്യ, അങ്ങേ വീട്ടിലെ ഭാര്യ. ആ ചിന്തയരുത്. ചില പെണ്ണുങ്ങളുണ്ട്, ഓക്കം കിട്ടിയവൻ, സ്വന്തം കിട്ടിയവൻ, ഊറ്റം കിട്ടിയവൻ, അപ്പുറത്തെ കിട്ടിയവൻ. ഈ കാഴ്ചപ്പാടരുതെന്നാണ്. ഒരു ഭർത്താവിന്റെ ഉറപ്പ് അവന്റെ ഭാര്യ, ഒരു സ്ത്രീയുടെ ഉറപ്പ് അവളുടെ ഭർത്താവ്. എന്തു കുറ്റങ്ങളും കുറവുകളും ഉണ്ടോ ദൈവം തന്നതാ. ഒരിക്കലും സംശയിക്കരുത്. സംശയത്തിന് വിത്ത് വീടരുത്. സംശയം പണ്ടേ തുടങ്ങിയതാ. പർദീസായിൽ ആദ്യ രാത്രി 12:30 ആദം കൂർക്കം പിടിച്ച് കിടന്നുറങ്ങുമ്പം ആദത്തിന്റെ വയറേ കൂടെ ചൂലഴയുന്ന പോലെ എന്തോ ഒന്ന് കയറി പോന്നു. ആദം ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പം ഔവായുടെ മുടി ആദത്തിന്റെ വയറേ കൂടെ ഒലഞ്ഞു കയറി പോണതാ. ആദം ചോദിച്ചു, എന്നതാണ് ഈ രാത്രി തപ്പുന്നത്? ഉടനെ അവളൊരു മിണ്ടാതെ കിടക്ക, മനുഷ്യ ഞാൻ നോക്കട്ടെ, നിങ്ങളുടെ വേറെ വല്ല എല്ലും പോയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് തപ്പി നോക്കട്ടെ. അപ്പൊ അന്നേ ആരംഭിച്ചെന്നാ പറയുക. അപ്പൊ എന്നുകൊണ്ട് ഈ സംശയത്തിന്റെ വിത്ത് മനുഷ്യന്റെ ചരിത്രത്തിൽ എന്നും നമ്മൾ കാണും. ഈ സംശയത്തിന്റെ വിത്ത് ഏതെല്ലാം വിധത്തിലാ. കേരളത്തിൽ കാണിച്ചാൽ ആണുങ്ങൾ പുറത്തു പോയിട്ട് വരുമ്പം പെരയ്ക്കകത്ത് വട്ടം ചുറ്റി നോക്കുക, വല്ല സിഗരറ്റ് കുറ്റി നീറി കിടപ്പുണ്ടോ, വീടിക്കുറ്റി അണഞ്ഞു കിടപ്പുണ്ടോ, ബെഡ്ഷീറ്റ് മടങ്ങിയാണോ ചുരുണ്ടാണോ കിടക്കുന്നത്. ഏതെല്ലാം ടൈപ്പ് ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങളുണ്ട് കൂടിയ വർഗം. ഭർത്താവ് വന്ന് ഷർട്ട് ഊരി ഹാങ്കറെ കൊളുത്തിയിട്ടപ്പം അവള് പെരുവെല്ല് കുത്തി തവളയാട്ടം ചാടി ഷർട്ടെ വലിഞ്ഞു നോക്കുക, വല്ല നീണ്ട മുടിയെങ്ങാനും ഉടക്കി കിടപ്പുണ്ടോ. കറുത്തതാണെങ്കിൽ ബോംബ് സ്ഫോടനം, വെളുത്തതാണെങ്കിൽ സഹിച്ചേക്കാം. ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് കറുത്ത മുടി, ആഹാ ഏത് പെണ്ണിന്റെ പുറകെയാടോ താൻ പോയത്. 2-ാം ദിവസം വെളുത്ത മുടി, കൊള്ളാവല്ലോ, കിളവിമാരെ വെറുതെ പിടിയാലല്ലേ. 3-ാം ദിവസം നോക്കിയപ്പോൾ ഒരു മുടിയില്ല, അമ്പടാ കള്ള, എന്നെ പറ്റിക്കാവുന്ന കരുതിയല്ലേ. ഏത് കഷണ്ടിക്കാരിയുടെ കൂടെ അടുതാൻ പോയത്. ഇതാണ് ലോകം എന്ന് പറയാ. അപ്പൊ അവിടുന്ന് ആരംഭിക്കുന്നതാ. അപ്പൊ ഒരിക്കലും സംശയത്തിന്റെ വിത്ത് വീഴരുത്. ഒരിക്കലും ഭർത്താവിനെ സംശയിക്കരുത്, ഭാര്യയെ സംശയിക്കരുത്. ജീവിത പങ്കാളിയെ സംശയിക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തെയും ശ്വസിക്കുന്ന വായുവിനെയും സംശയിക്കുന്നതിനൊക്കെ കഷ്ടമാണ്. അപ്പൊ ജീവിതത്തിൽ പൂർണ്ണമായ വിശ്വാസം. 1 ആപത്തിൽ ആലംബമായിരിക്കണം. 2 ജീവിതത്തിന്റെ ആധാരമായിരിക്കണം. വീണ്ടും ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് പുരുഷന്റെ മുമ്പിൽ നിർത്തിയിട്ട് ദൈവം പറഞ്ഞത് എന്താ? നിനക്ക് ചേർന്ന ഇണയും തക്കതായ തുണയുമാ. പല ആൾക്കാരുടെ ഓർമ്മ കല്യാണം കഴിക്കുന്ന മക്കളുണ്ടാകാനാണെന്ന്. അത് വേദപുസ്തകത്തിന്റെ വ്യാഖ്യാന പ്രകാരം ശരിയല്ല. മക്കൾ ഉണ്ടാകാതിരിക്കാം. മക്കൾ ഇല്ലാത്ത അവസ്ഥ, മോശമെന്നുള്ള അവസ്ഥ ബൈബിൾ കാഴ്ചപ്പാടല്ല. വിജാതീയ മതങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് കയറി വന്നൊരു ആശയമാണ് ബൈബിളിൽ. ബൈബിളിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട് ദൈവം മക്കളെ തന്നില്ല, തന്നില്ല. ഉണ്ടാകുവായിട്ട് വേണ്ടെന്ന് വെക്കുന്നത് തിന്മയാ. പക്ഷെ ഉണ്ടാകുമില്ല, ദൈവത്തിന്റെ പ്ലാനാ. ദൈവത്തിന്റെ പദ്ധതി സഹിത്വമാ. വിവാഹം എന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബന്ധം, സഹിത്വം. അതുകൊണ്ടാണ് പറഞ്ഞത് ആദത്തിന് മക്കളെ ഉണ്ടാക്കാൻ ഹൗവായെ കൊടുത്തു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പറഞ്ഞത് അവന് ചേർന്ന ഇണ, തക്കതായ തുണ. കുറെ നാളുകൾക്ക് മുമ്പ് കൊടമാളൂരിൽ 72 വയസ്സുള്ള അച്ചായം പെണ്ണ് കെട്ടി. നവവധുവിന്റെ പ്രായം 64. ഞാനും ഒന്ന് കാണാൻ ചെന്നു, എങ്ങനെയുണ്ട് ഈ കല്യാണമെന്ന്. നവവധുവിന് ഒരു കുഴപ്പമുള്ളൂ, മുൻനിരയിൽ 3-4 പല്ലില്ല